പ്ലീറ്റഡ് ജോർജറ്റിന്റെ നല്ല സുന്ദര കളക്ഷൻസ്, വ്യത്യസ്തമായ ഒരു ഫീൽ തരുന്ന മെറ്റീരിയൽ. പിന്നെ നമ്മുടെ സൗത്ത് കോട്ടൺ, പിന്നെ ഇതാ എത്തിയിരിക്കുന്നു ഡെനിം, പിന്നെ നമ്മുടെ 3 പീസ് സെറ്റ്, ടോപ്പ് ബോട്ടം ദുപ്പട്ടയായി വരുന്ന 3 പീസ് സെറ്റ്, അജ്രക്കിലെ അവൈലബിൾ കളക്ഷൻസ്. ഇത് എല്ലാം കൂടിയുള്ള വ്യത്യസ്തമായ ഒരു വീഡിയോ, അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അറിവിന്റെ വിദ്യയുടെ ഈ ലോകത്തിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വന്ന എല്ലാ കുരുന്നുകൾക്കും കുട്ടിക്കുറുമ്പുകൾക്കും അവർക്ക് നന്മയുടെ നേരിന്റെ നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർക്കും പുതിയൊരു അധ്യയന വർഷത്തിന്റെ എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പൊ ഞാൻ ലിജി, നമ്മുടെ ചാനലിന്റെ നെയിം ഫാബുലൻസ് കളക്ഷൻസ്. അപ്പം നമുക്ക് വ്യത്യസ്തമായ മെറ്റീരിയൽസ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അജ്രക്കിൻ്റെ അവൈലബിൾ കളക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും കളക്ഷൻസ് ആണുള്ളത് ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഇതിൽ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടോ അത്രയും കിട്ടും. ഇത് നമ്മുടെ ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് അജ്രക്കാണ്. 44 ഇഞ്ച് വിടുത്ത്, 190 റുപ്പീസ് പെർ മീറ്റർ. പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ പ്യുവർ കോട്ടൺ എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് ഒന്നുകൂടെ സേഫ് ആയിരിക്കും. കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രിൻ്റ് ഇത് ഇനി ഇതിലിപ്പോൾ ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലൊന്നും ഞാൻ കാണിക്കുന്നില്ല. എത്രത്തോളം ഉള്ള ഇതിനെല്ലാത്തിനും സെറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കുള്ളത് കാണിക്കാം. ഇത് 6 ആഗ് ടോപ്പിനും ബോട്ടത്തിനും എല്ലാം പറ്റും അജ്രക്. അടുത്തത് ഇത് അജ്രക്ക് ഫുൾ കാണിക്കാൻ പറഞ്ഞ ആളൊക്കെ ഇത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഇൻഡിഗോയ്ക്കൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഡൾ ഫിനിഷിംഗ് ആണ് അതിനുണ്ടാവുക. അടുത്തത് ഇത് നാച്ചുറൽ ഡൈഡ് കോട്ടൺ ഒക്കെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നോ അതുപോലെ ഇരിക്കും അതിൻ്റെ ഫിനിഷിങ്. എല്ലാം 44 ഇഞ്ച് വീതി, 190 രൂപ. ഇത് അടുത്തത് ഇങ്ങനെ. അടുത്തത് ഇത് ക്ലിയർ അല്ലേ ഡിസൈൻസ്? നെക്സ്റ്റ് ഇത്. ഇനി ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് വരുന്ന റണ്ണിങ് ആയിട്ട് വരുന്ന സെറ്റ്സ് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അജ്രക്കിൽ. അടുത്തത് ഇത് ആദ്യം കാണിച്ചത് ബ്ലാക്ക് 6 ആഗാണ്. ഇത് നേവി ബ്ലൂ 6 ആഗ്. എല്ലാം 44 ഇഞ്ച് വീതി, 190 രൂപ. ഇത് അജ്രക്കിൻ്റെ അവൈലബിൾ കളക്ഷൻസ് ഒക്കെ കാണിക്കണേന്ന് പറഞ്ഞ ആൾ ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം ഓർഡർ ചെയ്യുക. അത് ശ്രദ്ധിക്കുക. ഒരു നമ്പറിലോട്ട് മാത്രം സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഒപ്പം എത്ര മീറ്റർ ആണെന്ന് കൂടെ പറയുക. ഇത് ആൻഡ് ദ ലാസ്റ്റ് ഡിസൈൻ ഇത്. ഇനി നമുക്ക് നമ്മുടെ 3 പീസ് സെറ്റാസ് റണ്ണിങ്, നമുക്ക് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സെറ്റ് വാങ്ങുമ്പോൾ നമുക്ക് അതിന് 2.5 മീറ്റർ 2.25 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ ആൾക്കാരെ ശ്രദ്ധിക്കുക, നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ടോപ്പ് ഇപ്പം 3 വേണോ 3.5 വേണോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ടോപ്പ്, ഇത് ബോട്ടം, എല്ലാം 44 ഇഞ്ച് വീതി, 120 രൂപ. അതിൻ്റെ കൂടെ നമുക്ക് വരുന്നു ദുപ്പട്ട. മൽക്കോട്ടണിലാണ് വരുന്നത്. 2.25 മീറ്ററാണ് ലെങ്ത് ഉണ്ടാവുക. ഇങ്ങനെ ഒരു ദുപ്പട്ട കൂടെ സെറ്റായിട്ട് വാങ്ങുന്നവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടോ അതിനനുസരിച്ച് ചെയ്യാം. ദുപ്പട്ടയുടെ റേറ്റ് 270 റുപ്പീസ്, 270 രൂപ ഒരു പീസിന്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇതിങ്ങനെ. അടുത്തത് ടോപ്പ്, ബോട്ടം, ദുപ്പട്ട, എല്ലാം കാംബ്രിക് കോട്ടണിൽ വരുന്നു. 44 ഇഞ്ച് വീതി, 120 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പത്തെ സ്റ്റിച്ച് മോഡൽസിൻ്റെ ഒക്കെ വീഡിയോകളൊക്കെ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് സ്റ്റിച്ചിങ് വെറൈറ്റീസ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ അറിയുന്ന പോലെ തന്നെ യോക്കൊക്കെ വെച്ചിട്ട് ടോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഭംഗിയുണ്ടായിരിക്കും. ഇങ്ങനെ 270 രൂപ ദുപ്പട്ടയുടെ റേറ്റ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട. പ്രിൻറ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വരും. നമ്മൾ ആദ്യം അതിൻ്റെ ബ്ലാക്കാണ് കണ്ടത്. ഇപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന ഗ്രീൻ, ഇതാണ് ബ്ലാക്കിലെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെ അടുത്തത്തെ സെറ്റ് ഇങ്ങനെ നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നു. ടോപ്പ് ബോട്ടം, അതിൻ്റെ കൂടെയും ദുപ്പട്ട. 44 ഇഞ്ച് വീതി, 120 രൂപ. ദുപ്പട്ടയുടെ റേറ്റ് 270 രൂപ ഒരു ദുപ്പട്ടയുടെ പ്രൈസ്. അതിൻ്റെ 2 സൈഡിലും നമ്മൾ ആ ടോപ്പിൻ്റെ ഡിസൈൻ വരുന്ന ബോർഡർ ഉണ്ടായിരിക്കും. ഇങ്ങനെ. ഇനി നമ്മൾ കാണുന്നത് ഡെനിം ഫാബ്രിക്കാണ്. ഡെനിമിൽ പ്ലെയിനും ഉണ്ട്, പ്രിൻറ്റും ഉണ്ട്, ചെറിയ ഡോട്ട്സ് വരുന്നത് ഇങ്ങനെ. അപ്പോൾ ഇതിൽ ഈ ഡോട്ട്സ് വരുന്ന ഇതൊന്നുകൂടെ ഹെവിയാണ്. ഇത് കുറച്ചുകൂടെ ഒരു സോഫ്റ്റാണ്,
പ്ലെയിൻ ആണ്. അപ്പോൾ നമുക്കിതിനെ പലതരത്തിൽ സ്റ്റിച്ച് ചെയ്യാം. ബോക്സ് പ്ലേറ്റ് ഇട്ട് മിഡിയൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ലതായിരിക്കും ഇത്. ഈ ഹെവി ഡെനിം എപ്പോഴും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ നല്ലതാണ്. ആദ്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇത് 58 ഇഞ്ച്, ശരിക്കും 60 ഇഞ്ചിനടുത്ത് 59 ഇഞ്ചും വീതിയുണ്ട് ഇതിന്. ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് നോർമൽ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ 1.25 മീറ്ററൊക്കെ ധാരാളം മതി. ഇങ്ങനെ 280 റുപ്പീസ്, 280 രൂപ. നല്ല ഹെവി ഫാബ്രിക്കാണേ, ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ വരുന്നു. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷ്രഗ് പോലെ അല്ലെങ്കിൽ ജാക്കറ്റ് ടൈപ്പ് ഒക്കെ ചെയ്തിട്ട് ഈ പ്ലെയിനിൽ ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ട് മോഡൽ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. പ്ലെയിൻ ഡെനിം ഇതിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ലൈറ്റ് ആയിരിക്കും ഇത്. ഇങ്ങനെ വരുന്നു. അപ്പോൾ കുർത്തിയൊക്കെ ഇതിൽ പ്രിൻസസ് കട്ട് ചെയ്തിട്ട്, അപ്പോൾ പ്രിൻസസ് കട്ടിൻ്റെ ഡബിൾ സ്റ്റിച്ചൊക്കെ വരുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. 3 പീസ് കട്ടിങ് ചെയ്തിട്ട് ഇതിനെ ഒരു ഷ്രഗ് പോലെയൊക്കെ സംഭവം അല്ലെങ്കിൽ കോട്ട് മോഡലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിന് 250 റുപ്പീസ് പെർ മീറ്റർ, 250 രൂപ. ഇത്രയാണ് ഇത് വരുന്നത്. സോഫ്റ്റ് ഡെനിം. ഇങ്ങനെ അതിൻ്റെ അകവശം ഇങ്ങനെ വരുന്നു. ഇതിൽ ഇങ്ങനെ ഇത് 280 റുപ്പീസ്, 280 രൂപ. ഇനി നമ്മുടെ സൗത്ത് കോട്ടൺ ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. സൗത്ത് കോട്ടണിൽ നമുക്ക് ടോപ്പ് ഷർട്ട് മോഡലൊക്കെ ചെയ്യാൻ നല്ലതാണ്. ജെൻസിന് ഷർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സിഗരറ്റ് ബോട്ടം ഒക്കെ ചെയ്താൽ പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും ഈ സൗത്ത് കോട്ടണിൽ. ഇങ്ങനെ വരുന്നു ഇതിൻ്റെ ലൈൻസ് താഴോട്ട്. ഇങ്ങനെ 44 ഇഞ്ച് വിടുത്ത്, 150 റുപ്പീസ് പെർ മീറ്റർ, 150 രൂപ. അപ്പോൾ ഇതിലൊരു മെറൂണും ഒരു ബ്ലാക്കിൻ്റെയും ഇങ്ങനത്തെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നാവുന്ന ഒരു കളർ. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ വീവിങ് ലൈറ്റ് ഷെയ്ഡ് കൂടെ പോകുന്നത് കൊണ്ടാണ് അത്ര ബ്രൈറ്റ് ആയി തോന്നാത്തത്. അപ്പോൾ നമ്മൾ ഹക്കോബയിൽ ബ്ലാക്ക് അല്ലെങ്കിൽ മെറൂൺ അങ്ങനെ പല പ്ലെയിൻ ടോപ്സ് ഒക്കെ കയ്യിലുള്ളവർ ഇതിൽ സിഗരറ്റ് ബോട്ടം ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. മിഡി ചെയ്യാൻ നല്ലതാണ്. ഷർട്ട് മോഡൽ കുർത്തീസ് ചെയ്യാനും എല്ലാം നല്ലതാണ്. 44 ഇഞ്ച് വിടുത്ത്, 150 റുപ്പീസ് പെർ മീറ്റർ. അതിൻ്റെ കൂടെ ഇനി മെറൂൺ ബോട്ടം വെച്ചിട്ട് വേണമെങ്കിൽ നോർമൽ ടോപ്പ് ആൻഡ് ബോട്ടം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഷർട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒരു സിഗരറ്റ് ബോട്ടമായിട്ട് ഒരു പീസ് 2 മീറ്റർ എടുത്തിട്ട് നിങ്ങളൊരു ബോട്ടം ചെയ്ത് വെച്ചാലും നിങ്ങൾക്ക് അത് നഷ്ടം വരില്ല. അതിൽ നമുക്ക് പല ടോപ്സിന് ഉപയോഗിക്കാവുന്നതാണ്. സൗത്ത് കോട്ടണിൽ അടുത്ത ഡിസൈൻ വരുന്നു. ഇങ്ങനെ ഒരു ലൈറ്റ് ചിക്കു എന്നൊക്കെ പറയാവുന്ന കളറ്. ഇങ്ങനെ ഇതും 44 ഇഞ്ച് വിടുത്ത്, 150 റുപ്പീസ് പെർ മീറ്റർ. ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ബ്ലാക്ക് ബോട്ടം മെറ്റീരിയൽ എടുക്കാൻ മറന്നു. അവിടെ ഉണ്ട് ബ്ലാക്ക് ബോട്ടം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാന്തയിലൊക്കെ ബോട്ടംസ് ബ്ലാക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ കൂടെ ചേരും. 44 ഇഞ്ച് വീതി. ഇങ്ങനെ വരുന്നു. ഷർട്ട് ചെയ്യാനും നല്ലതാണ്. ഇത് ആദ്യത്തേനെ അപേക്ഷിച്ച് ഒന്നുകൂടെ ഒരു ലൈറ്റ്, ഒരു സൗത്ത് കോട്ടൺ തന്നെ കുറച്ചും കൂടെ ഒരു ഇതുണ്ട്. ഇത്രയും ഒത്തിരി ഹെവി അല്ല. ഇങ്ങനെ ഫാബ്രിക്. എന്നാൽ കുർത്തി ചെയ്യാനും മിഡി ചെയ്യാൻ ലൈൻസ് മോഡലൊക്കെ ക്രോസ് കട്ടിങ്ങിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രോസ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അത്. ഇനി അടുത്ത സൗത്ത് കോട്ടൺ. ഇങ്ങനെ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മറ്റേനേക്കാളും ഇത് അതിൻ്റെ ലൈന് അങ്ങനെ വെർട്ടിക്കലി ആയിരുന്നു. ഇത് ഹൊറിസോണ്ടലി ആണ് ലൈൻസ് വരുന്നത്. വെർട്ടിക്കലി ഹൊറിസോണ്ടലി മാറിയിട്ടില്ല എന്നുള്ള വിചാരിക്കുന്നു. ഇത് വിഡ്ത്ത് വൈസ് വരുന്നത് ലെങ്ത് വൈസ് വരുന്നത്, അങ്ങനെ പറയാം സേഫ്. എപ്പോഴും മാറും. ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൽ നല്ലൊരു പർപ്പിളിൻ്റെയും ആ കോഫി ബ്രൗണിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ആ ഒരു സുന്ദരി കളറില്ലേ, ആ കളറാണ് ഇത് വരുന്നത്. ഇങ്ങനെ വരും. അപ്പോൾ ജെൻസിന് ഷർട്ടിനാണെങ്കിൽ 2 മീറ്റർ എടുക്കുക, കുർത്തിക്കൊക്കെ ആണെങ്കിൽ 2.5 മീറ്റർ എടുക്കുക. 44 ഇഞ്ച് വിഡ്ത്ത്. ഇത് ഇങ്ങനെയാണ് വിഡ്ത്ത് വൈസ് ആണ് വരുന്നത്. സിഗരറ്റ് ബോട്ടം ചെയ്യാനാണെങ്കിൽ 2 മീറ്റർ ധാരാളം മതി. പിന്നെ സൈസ് അനുസരിച്ച് മാറ്റം വരുത്തുക. 44 ഇഞ്ച് വിഡ്ത്ത്, 150 റുപ്പീസ് പെർ മീറ്റർ. അതിൻ്റെ കൂടെ നമുക്കിതാ ഈ ഒരു ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ടോപ്പും ബോട്ടും. ഇനി നമ്മുടെ സുന്ദരി പ്ലീറ്റ്സ് ഇതാ ഇങ്ങനെ വരുന്നു. ഇതിന് നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള മെറ്റീരിയലാണ്. നിങ്ങൾ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഷേപ്പിൽ നിൽക്കുന്ന കുർത്തി ചെയ്യാൻ അത്ര നല്ലൊരു മെറ്റീരിയൽ അല്ല. പക്ഷെ നമുക്ക് കഫ്താൻ ഏറ്റവും കൂടുതൽ നല്ല ഭംഗി, മിഡി സ്കേർട്ട്, പിന്നെ ഒരു പ്ലീറ്റഡ് മോഡൽ കുർത്തി യോക്ക് വെച്ച് പ്ലീറ്റ്സ് ടൈപ്പൊക്കെ ചെയ്യുക. യോക്കിനുള്ള പോർഷൻ അയൺ ചെയ്തെടുക്കുമ്പോൾ ഈ പ്ലീറ്റ്സ് പോവും. എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ വലിച്ചു പിടിച്ചിട്ട്, പുതിയ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുക, വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ അളക്കുക. അപ്പോൾ മീറ്റർ റേറ്റ് 58 ഇഞ്ച് വിടുത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ 2 മീറ്റർ നിങ്ങൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 2.5-ഓ 3-ഓ എടുക്കുക. കാരണം ഇതിങ്ങനെ കൂടി നിൽക്കുന്നതാണ്. അപ്പോൾ നല്ല ഫ്ലെയർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് കളറ്. ഇനി അതിൽ അടുത്തത് വരുന്നു. ഇങ്ങനെ നല്ല ഒരു ഫൈൻ ഗ്രേ, ഒരു പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയാം. ഒരു ഗ്രീനും ഗ്രേയും കൂടെ കലർന്നൊരു കളറില്ലേ, അതും ബ്ലാക്കും കൂടെ കൂടി. ഇത് ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ഹക്കോബയിൽ ഒരു ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഈ ഒരു മെറൂൺ അല്ലെങ്കിൽ കോഫി ബ്രൗൺ ഒക്കെ കാന്തയൊക്കെ എടുത്തിട്ടുള്ളവർക്ക് ഇത് ടോപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ 2 കളറാണ് അതിലുള്ളത്. ഇനി നമുക്കതിൽ വരുന്ന വേറൊരു കളർഫുൾ താരം ഇതാ ഇങ്ങനെ. സ്കേർട്ട് ടോപ്പ് ഒക്കെ ചെയ്യാൻ നല്ലതാണ്. ഗ്രീൻ, ഒരു ഓറഞ്ച്, ഒരു ഓഫ് വൈറ്റ് എല്ലാം കൂടെ കൂടിയ കളേഴ്സിൽ വരുന്നു. ഇങ്ങനെ
അപ്പോൾ അതിന് നമുക്ക് പ്ലീറ്റഡ് മിഡിയൊക്കെ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ നിൽക്കും. 58 ഇഞ്ച് വിഡ്ത്ത്, ഇങ്ങനെ ഒരു 140 rupees per meter. അതിൽ അടുത്ത കളറ് ഇങ്ങനെ പീച്ച് ആൻഡ് മസ്റ്റേർഡ് എല്ലോ ഇങ്ങനെ വരുന്നു. ഇഷ്ടമാവുന്ന ഫാബ്രിക് എടുത്ത് വെക്കുക. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് പിന്നീട് നമ്മൾ ഹക്കോബയുടെ ഒരുപാട് വെറൈറ്റീസ് ഇനി വരാനുണ്ട്. അത് വരുമ്പോൾ ഇപ്പോൾ ഈ ഗ്രീനിൽ ഹക്കോബ വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണിക്കാം. അപ്പോൾ അത് ടോപ്പിനായിട്ട് ക്രോപ്പ് ടോപ്പൊക്കെ ചെയ്തിട്ട് ഇത് മിഡി ചെയ്താൽ ഭംഗിയുണ്ടാവും. പീച്ചിൽ ഹക്കോബ മുമ്പ് കാണിച്ചിരുന്നു, ഇനിയും നമുക്ക് വരാനുണ്ട്. ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പീച്ച് ഹക്കോബയുടെ ഫോട്ടോ ഒന്ന് വിടാൻ പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ അവർ സമയം കൊടുക്കണം, കാണിച്ചു തരും. ഇതിങ്ങനെ. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ്. ഞാൻ പെട്ടെന്ന് ചെയ്തില്ലേ, സമയം ഒരുപാട് എടുത്തില്ലല്ലോ. ഇനി ജസ്റ്റ് ഞാൻ എപ്പോഴും പറയാറില്ലേ, ഹക്കോബയ്ക്ക് ലൈനിങ് ക്യാമ്പ്രിക്ക് കൊടുത്തിട്ട് ചെയ്യുന്നൊരു മോഡൽ അത് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ്. എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഹക്കോബ 300 rupees per meter വരുന്ന ഹക്കോബ. ഇതിവിടെ ഉണ്ട് കേട്ടോ, ഈ ഹക്കോബ ഉണ്ട്. ഈ ഇത് കൊടുത്തിരിക്കുന്ന ഇന്നർ കൊടുത്തിരിക്കുന്ന ഈ സെയിം മെറ്റീരിയൽ ഇല്ല. അപ്പോൾ നമുക്കിത് കണ്ടോ, ഇതിന് ഈ ഹക്കോബയുടെ ടോപ്പിന് നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്നത് ക്യാമ്പ്രിക്കാണ്. അപ്പോൾ അതൊരു കോട്ട് പോലെ നിൽക്കും. ബാക്ക് പീസ് കാണിച്ചു തരാം. ഇങ്ങനെ. അപ്പോൾ ഹക്കോബ എടുക്കുന്നവർക്ക് അതിനോട് ചേരുന്ന ക്യാമ്പ്രിക് കോട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ വലിയ ഹോൾസെയിൽ ഹക്കോബയ്ക്ക് നല്ല. എന്നിട്ട് ഇത് ആ സെയിം ഉള്ളിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ കൊണ്ട് ബോട്ടം ചെയ്തു. ഇനി നല്ല ബുട്ട ജോർജറ്റിൽ നല്ലൊരു നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ്. ഇവിടെ ഒരു വെറൈറ്റി മോഡലായതുകൊണ്ട് ജസ്റ്റ് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇതിൻ്റെ യോക്ക് ശ്രദ്ധിക്കൂ. ഇതുണ്ടോ, ഒരുപാട് എഫേർട്ടുള്ളൊരു വർക്കാണ്. ഇങ്ങനെ യോക്കിൽ നമ്മളിങ്ങനെ നമ്മൾ പണ്ടൊക്കെ പായ നെയ്യില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കലർത്തിയിട്ട് ഓലമെടയുന്ന പോലെ പായ നെയ്യുന്നല്ലോ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ഇതെടുത്തിരിക്കുന്നു. ഇങ്ങനത്തെ വർക്കൊക്കെ എടുക്കും. ഇതിന് സ്റ്റിച്ചിങ് ചാർജ് നന്നായിട്ടുണ്ടാവും. എബോവ് 1000+ ആണ്. എനിക്ക് കറക്റ്റ് അറിയില്ല, ഇനി അതിൻ്റെ സ്റ്റിച്ചിങ് സെക്ഷനിൽ നിന്നുള്ള ബില്ല് കിട്ടിയിട്ടില്ല. ഇതാ ഇങ്ങനെ വരുന്നു. ഫുൾ ഇങ്ങനെ എടുത്തതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തെടുത്തിട്ട് യോക്കിലെ വർക്ക് അത്രയും ഇതാണ്. കൈ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു ബലൂൺ സ്ലീവ് ടൈപ്പ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. വീണ്ടും വെറൈറ്റി കളക്ഷൻസുമായിട്ട് കാണാം. പർച്ചേസ് ചെയ്യേണ്ട വിധങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ബാക്കി സ്ക്രീനിലിരിക്കുന്ന നമ്പർ വെച്ചിട്ടുള്ള നമ്പർ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയാണ്. അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് ഓർഡർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.